ഹേ ഓൾസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മളൊക്കെ മേ ബി കടന്നു പോകുന്നതായിരിക്കാം, പക്ഷെ അതൊന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് 4 E's. നിങ്ങൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുന്നതിലുള്ളൊരു 4 സ്റ്റെപ്സ് ആണ്, 4 E's ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണുന്നത് വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല വാല്യൂ കിട്ടും എന്നുള്ളത് ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ അറിയിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ സച്ച് കിഡ്ലൻ കോണ്ടന്റ്സ്. നമ്മുടെ ആദ്യത്തെ E, ദാറ്റ് ഈസ് എക്സ്പോഷർ. മേ ബി നിങ്ങൾ ഏതൊരു കാര്യത്തിലും എക്സ്പേർട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, എവിടെയോ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കുറിച്ചൊരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജോബിന് വേണ്ടി നിങ്ങളത് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് എക്സ്പോഷർ കിട്ടിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. എക്സ്പോഷർ കിട്ടുന്ന ചാനൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ മേ ബി കോളേജസിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും, പോഡ്കാസ്റ്റ് കേൾക്കുന്നത് വഴി നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും. പല ഫീൽഡുകളിലേക്കും കോളേജസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സോ പോഡ്കാസ്റ്റോ ഏത് വഴി ആയിക്കോട്ടെ പല ഫീൽഡുകളിലേക്കും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓർ മേ ബി നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യുക, സ്വന്തമായിട്ട് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് എക്സ്പോഷറിലേക്കുള്ള ഒരു ചാനലായിരിക്കും. അല്ലെങ്കിൽ പുതിയ ആളുകളെ കണ്ട് അവരോട് സംസാരിക്കുന്നത്, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നത്, അത് എക്സ്പോഷറിലേക്കുള്ള ഒരു ചാൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഫീൽഡിൽ അടിപൊളി ആകണം, അല്ലെങ്കിൽ ഒരു ഫീൽഡ് നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് എക്സ്പോഷറാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ആയിക്കോട്ടെ, മീറ്റപ്സ് ആയിക്കോട്ടെ, ഓർ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ആയിക്കോട്ടെ, ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കോളേജിലുള്ള ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്ന ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളെ എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് E ഈസ് എക്സ്പ്ലോർ. നിങ്ങൾ ആ കാര്യത്തിൽ ഒന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്, ദാറ്റ് ഈസ് നിങ്ങൾ ആ കാര്യം പഠിക്കുക എന്നുള്ളത്. ദിസ് ഇസ് ദ ലേണിംഗ് ഫേസ്. അത് അഗൈൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് വഴി പഠിക്കാനായിട്ട് പറ്റും പല കാര്യങ്ങൾ. നിങ്ങൾ ഷോർട്ട് ടേം കോഴ്സസ് എടുക്കുക ആയിക്കോട്ടെ, മേ ബി യൂഡെമി അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം വഴി കോഴ്സസ് എടുക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ അക്കാഡമീസിൽ നിങ്ങൾ പോവുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല മെൻറ്റേഴ്സിനെ കണ്ടെത്തി ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുക എന്നുള്ളതായിക്കോട്ടെ. നിങ്ങൾ ആ കാര്യത്തിൽ പഠിക്കുക എന്നുള്ളത്, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് E എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആ ഒരു ലേണിംഗ് ഫേസ് എന്ന് പറയുന്നത്. സോ ആദ്യം നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് എക്സ്പോഷർ കിട്ടി, ദെൻ നിങ്ങൾ ആ കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നു. നൗ ദ നെക്സ്റ്റ് E ഈസ് എക്സ്പീരിയൻസ്. നിങ്ങൾ ആ കാര്യത്തിൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ കാര്യം പഠിച്ചു, ദെൻ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്കൊരു എക്സ്പേർട്ടായിട്ട് മാറാൻ വേണ്ടി പറ്റുള്ളൂ. അത് മേ ബി ഇൻറ്റേൺഷിപ്സിലൂടെ ആയിരിക്കാം, അപ്രൻറ്റൈസ്ഷിപ്പിലൂടെ ആയിരിക്കാം, മേ ബി നിങ്ങൾ വർക്ക് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം, പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം. ഈ ഒരു സ്റ്റേജിൻ്റെ ഒരു മേജർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ മണി എന്നുള്ളതല്ല, നിങ്ങൾ എത്ര എമൗണ്ട് ഏൺ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടുന്നു, നിങ്ങൾക്ക് എത്ര അടിപൊളി എക്സ്പോഷർ കിട്ടുന്നു, നിങ്ങൾ എത്ര നല്ല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എത്ര നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട് ഇതിലേക്ക് മാറാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതൊക്കെ പൈസേനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എത്ര എമൗണ്ട് ഏൺ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഈ കാര്യങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു ഫേസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നൗ യു ബിക്കം ആൻ എക്സ്പേർട്ട്. ആദ്യം നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടി, ദെൻ നിങ്ങളത് എക്സ്പ്ലോർ ചെയ്തു, ദെൻ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തു. ദ 4th E ഈസ് എക്സ്പേർട്ട്. നിങ്ങൾ ആ കാര്യത്തിലേക്ക് എക്സ്പേർട്ടായിട്ട് മാറുന്നു, ദെൻ നിങ്ങൾ ആ ലേണിംഗ് കർവ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഈ ഒരു, അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആക്ച്വലി ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നത്. നമുക്കൊരു സവൺ എക്സ്പോഷർ കിട്ടി, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ദെൻ അത് മെല്ലെ എക്സ്പേർട്ടായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെ സ്റ്റേജസിലൂടെ പോകുന്നുണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി, ആ ഒരു പർപ്പസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിതിലെ ഓരോ സ്റ്റേജിലേക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഫീൽഡുകൾ അല്ലെങ്കിൽ ഏരിയാസ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ടുള്ള വേസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഒരു കാര്യം കൂടെ,
എക്സ്പ്ലോറിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും സ്റ്റേജിൽ നിങ്ങൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്താ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹാർഡ് സ്കിൽസ് പഠിക്കുന്നുണ്ട്, സെയിൽസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ട്, ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ഒരുപാട് പഠിച്ചെടുക്കേണ്ട സ്കിൽസാണ് ഈ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതൊന്ന് കുറച്ച് മാറി ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യണം. ബിക്കോസ് ഏതൊരു ഫീൽഡിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിലും സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ് സ്റ്റേജിൽ നിങ്ങൾ സോഫ്റ്റ് സ്കിൽസ് മാസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തണം. സോ ദിസ് ഇസ് ദ തിങ്. അറൗണ്ട് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ദാറ്റ് ഈസ് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്കൊരു കോൺസെപ്റ്റിനെ കുറിച്ച്, നിങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് കിഡ്ലനായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. We'll see you in the next video.